എല്ലാവർക്കും നമസ്കാരം. നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബീഫ് ഫ്രൈഡ് റെസിപ്പി വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് ഒരു പിടി ചെറിയ ഉള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് പെരിഞ്ജീരകം, കുരുമുളക് ഇത്രയും നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ക്രഷ് ചെയ്ത് എടുക്കുന്നുണ്ട്. എന്നിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ബീഫ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കൂടെ ഈ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതും ചേർത്ത് കൊടുക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മസാലപ്പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ പോവാണ്. നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ആക്കിയിട്ട് ശേഷം ഇനി നമ്മൾ അത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം, ഒരുപാട് വെള്ളമൊന്നും ആവശ്യമില്ല, കുറച്ച് വെള്ളം ഒഴിക്കുകയാണ് ഞാൻ. എന്നിട്ട് ഇത് നമ്മൾ വിസിലിടുക. വിസിലിനനുസരിച്ചിട്ടോ ഇത് എത്രയാണ് വിസിൽ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ബീഫെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളമുണ്ട് അതിൽ, അപ്പോൾ അതൊന്ന് വറ്റിച്ചെടുക്കുകയാണ് ആദ്യം തന്നെ. ഇനി ഞാനൊരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുക. ഈ തേങ്ങ ഒന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതും ഇഞ്ചി നീളത്തിലരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഒരു സവാള വലുത് തന്നെ അതെടുത്തിട്ട് നല്ലപോലെ നുറുക്കിയിട്ട് അതും ഇതിലേക്ക് ചേർത്തിട്ട് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് വേറെ മസാലപ്പൊടിയൊന്നും നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം അത്യാവശ്യം മസാല ചേർത്ത് തന്നെയാണ് വേവിച്ചിട്ടുള്ളത്. ഇനി ബീഫ് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം പച്ചമുളക് ഇടാൻ മറന്നുപോയി, അതുകൊണ്ട് ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ആദ്യം വഴറ്റുമ്പോൾ ഇടേണ്ടതായിരുന്നു. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഡ്രൈ ആക്കിയെടുക്കണം, നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ടെടുക്കണം. കുറച്ച് സമയം മതി, എന്നാലും നല്ല ഡ്രൈ ആയി ഒരു ബ്ലാക്ക് കളറിലേക്ക് എത്തുന്ന രൂപത്തിൽ ആവും. ഇപ്പം നല്ലപോലെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. പിന്നെ വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ ലൈവിൽ നല്ല ഡാർക്കായിട്ട് തന്നെ വരും. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.